റൈറ്റ്, അതാണ് ശ്രീ ഹസ്കർ. ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ എവിടെ നേട്ടമുണ്ടാക്കിയാലും അതെല്ലാം ആ സംവിധാനത്തിന്റെ ക്രെഡിറ്റായി അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ആ ബോർഡ് ഇൻഡിപെൻഡന്റ് ആണ്, സർക്കാരിന് ഒരു റോളുമില്ല എന്നൊക്കെയുള്ള തരത്തിൽ ദേവസ്വം മന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും പറയുന്നു ഇതേ രീതി തന്നെയാണ്. അതായത് ദേവസ്വം ബോർഡിന് ഇതിന് ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം യോഗം ചേർന്ന് കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതിപ്പോൾ വിജയ് മല്യയുടെ കാലഘട്ടത്തിൽ സ്വർണം പൂശാൻ തീരുമാനിച്ചത്, അതിനെ സ്വാഗതം ചെയ്യുന്നു. ആ പണികൾ ആ ക്ഷേത്രത്തിൽ തന്നെയാണ് നടന്നത്. അതിനുശേഷം മറ്റൊരാൾ അതിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞ് പ്ലേറ്റിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അത് ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നു. അത് അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ മാത്രം പിഴവ്, നേട്ടങ്ങളുണ്ടായാൽ അത് ഞങ്ങളുടേത് കൂടി എന്ന് പറയുന്ന ഒരു പതിവ് രീതിയുണ്ടല്ലോ, അത് മാറ്റപ്പെടേണ്ടതല്ലേ? ഇങ്ങനെ കൈ കഴുകി മാറി നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു ഹസ്കർ? അല്ല അഭിലാഷ്, ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒരുപോലെ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. ഇവിടെ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിൽ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. എനിക്ക് താങ്കൾ പറയുന്ന പറ്റിയിട്ടുണ്ട് എങ്കിൽ എന്ന പ്രയോഗത്തോടാണ് എനിക്ക് പറ്റി എന്ന് നമുക്ക് ഇപ്പൊ നിഗമനത്തിലെത്താനാവില്ല. നമുക്ക് അസംഷൻസ് ആൻഡ് പ്രിസംഷൻസ് കൊണ്ട് ഒരു ഫാക്ട്. അതെങ്ങനെയാണ് ഹസ്കർ? ആരുടെ കീഴിലാണ് ശബരിമല ക്ഷേത്രം പ്രവർത്തിക്കുന്നത്? അല്ല, നമുക്ക് ഇപ്പൊ ശബരിമല ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല. അല്ല, ശബരിമലയിൽ ഏതെങ്കിലും ഒരു മോഷ്ടാവ് കയറി ഒരു ഉൽപ്പന്നം മോഷ്ടിക്കുന്നു, അത് താങ്കൾ പറയുന്നിടത്ത് ആ യുക്തിയുണ്ട്. പക്ഷേ ശബരിമലയിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തികളുടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ മറവിൽ നടക്കുന്ന തിരിമറി, ആ തിരിമറിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തൊരു കള്ളൻ വന്ന് അവിടെ നിന്ന് ഇനിയിപ്പോൾ വിഗ്രഹം മോഷ്ടിച്ചാൽ പോലും ശരി, അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സുരക്ഷാ പ്രശ്നം എന്നൊക്കെ നമുക്ക് പറയാം. ഇതങ്ങനെയല്ലല്ലോ. കൂടിയാലോചനകൾ നടന്ന്, യോഗങ്ങൾ നടന്ന് അതിലൊരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അതൊന്നും കണ്ടില്ല, കേട്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെയല്ല. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട്, അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷനുകൾ വരുന്നു എന്നതാണല്ലോ നമുക്കിപ്പോ കേൾക്കാൻ കഴിയുന്നത്. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മഹസറിൽ രേഖപ്പെടുത്തുന്നു. അതൊരു ഉദ്യോഗസ്ഥനെടുത്ത തീരുമാനം. തിരുവാഭരണം കമ്മീഷണറും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും അടക്കം ഈ സ്വർണ്ണപ്പാളികളെ അനുഗമിക്കണം എന്നുള്ളത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം. ആ തീരുമാനത്തെ പോലും അട്ടിമറിച്ചതായി നാം കാണുന്നു. ദേവസ്വം കമ്മീഷണർമാർ ഇക്കാര്യത്തിൽ ജാഗ്രത കുറവ് അല്ലെങ്കിൽ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ നാം കാണുന്നു. അപ്പൊ അത് വളരെ കൃത്യമായി ഏതെങ്കിലും ഒരു വ്യക്തി നടത്തിയിട്ടുള്ള ഇടപെടലുകളെ തുടർന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാളിച്ചകൾ ഉണ്ടായെങ്കിൽ അതിന്റെ തലപ്പത്തും അത് നിയന്ത്രിക്കുന്നതും നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ ആയ ആളുകൾ ആരാണ്? അല്ല അഭിലാഷ്, നമുക്കൊരു വളരെ സിംപ്ലി ആയിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇപ്പോ ചത്തത് കീചനെങ്കിൽ ഒന്നത് ഭീമൻ തന്നെ എന്ന ഒരു നറേറ്റീവിലേക്ക് ഇക്കാര്യത്തിൽ എത്തിയിരുന്നു. ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പിശക് പറ്റിയാൽ അത് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പരാജയം സംഭവിച്ചു എന്നും അതുവഴി സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ നടക്കുന്ന ഒന്നാണോ ഇത് എന്ന ഒരു സംശയം. മാത്രവുമല്ല, നമ്മളിങ്ങനെ ഇപ്പം ഞാനൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ സ്ഥാപനത്തിലൊരു എഡിറ്റോറിയൽ പോളിസിയിൽ പിഴവുണ്ടായാൽ തീർച്ചയായും ഞങ്ങളുടെ വാർത്താ മേധാവിക്കായിരിക്കും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം. അതിനപ്പുറത്ത് വാർത്താവതാരകനായ എനിക്ക് പോലുമല്ല. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ദേവസ്വം എന്നൊരു സംവിധാനമായി നിലനിൽക്കുന്നു. ആ സംവിധാനത്തിനെ നിയന്ത്രിക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, അവരെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവരെ ബൈപ്പാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് സാമാന്യ യുക്തിക്ക് പോലും നിരക്കുക എന്നുള്ളതാണ്. അല്ല അഭിലാഷ്, ഞാൻ അങ്ങ് ഇപ്പൊ ഈ ചർച്ചയിൽ അങ്ങയുടെ ഒരു വാക്കുപിഴ സംഭവിക്കുന്നു. ആ വാക്കുപിഴ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം അങ്ങയുടെ ന്യൂസ് എഡിറ്റോറിയലും തമ്മിൽ വ്യത്യാസമുണ്ട്. വാക്കുപിഴയാണ് നാക്കുപിഴയും എഡിറ്റോറിയലിന്റെ തീരുമാനം എഡിറ്റോറിയലുമാണ്. അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ, ഒരു മോഷ്ടാവ് വരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പിഴവ് സംഭവിച്ചു, അങ്ങനെയല്ലല്ലോ ഇത് കൂട്ടായി തീരുമാനിക്കുന്നു. കൂട്ടായി എടുത്ത ആലോചനകളുടെ ഭാഗമായി ഒരു തീരുമാനം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനം എടുക്കുമ്പോഴടക്കം വളരെ കൃത്യമായ സാന്നിധ്യം ഉണ്ടാകുന്നു. പിന്നീട് അത് ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. അങ്ങനെ ഞങ്ങളുടെ മേധാവി ഒഴിയില്ല. അല്ല, അങ്ങനെ ഒരു കൂട്ടായ തീരുമാനം അല്ല ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനത്തെ അട്ടിമറിക്കുന്നു. ആ തീരുമാനം അട്ടിമറിക്കുകയും
ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ അടക്കം അനുഗമിക്കണം എന്നുള്ള തീരുമാനം അട്ടിമറിച്ചത് എവിടെ നിന്നാ? ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്. അതിനുശേഷം സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായി മഹസർ എഴുതുന്നു മറ്റൊരു ഉദ്യോഗസ്ഥൻ. അപ്പോ അവിടെ ഗൂഢാലോചനയുണ്ട്. അതിൽ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്താ? ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ അടക്കം ഇക്കാര്യത്തിൽ അനുഗമിക്കണമെന്ന തീരുമാനത്തെയാണ് അട്ടിമറിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ 9 ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കപ്പെട്ടിട്ടുള്ളത്. ആ 9 ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന ദേവസ്വം ബോർഡിൽ 2019 നടന്ന സംഭവം 2025 വരെ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഹസ്കറെ, 2019 നടന്ന സംഭവം 2025 നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിന് അതിന് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നതും, ആ ദേവസ്വം ബോർഡ് തീർത്തും നിഷ്കളങ്കരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഹസ്കറെ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുന്നത്?